ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് വെട്ടത്തിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ സഹകരിച്ചൊന്ന് കാണണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ സച്ചിയെയും രേവതിനെയും ദേവുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ രേവതിനെ മാറ്റിക്കൊണ്ട് നിർത്തി നമ്മുടെ സച്ചി ആ ഒരു കാര്യം പറഞ്ഞു. ഏതായാലും അവളെ കോളേജിൽ വിടുന്നതായിരിക്കും നല്ലത്. ആ പെണ്ണിന്റെയൊക്കെ ആ ഒരു പരിപാടിയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് കല്യാണത്തിന് ഇവിടെ പെണ്ണെത്തൂല. ലാസ്റ്റ് നിന്റെ അനിയത്തിനെ പിടിച്ച് കൊടുക്കും സുധിക്ക്. അതും അവന്റെ സ്വഭാവം നിനക്കറിയാലോ. ഇതുപോലെ ഒരു ചെറ്റ ഈ ലോകത്തിൽ കാണില്ല. അതുകൊണ്ട് വെറുതെ എന്തിനാ നിന്റെ അനിയത്തിയുടെ ഭാവി നശിപ്പിക്കുന്നത്? അതുകൊണ്ട് അവളോട് മര്യാദയ്ക്ക് സ്കൂളിലല്ല കോളേജിൽ പോകാൻ പറയുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ രേവതി ഒന്ന് ഞെട്ടി കേട്ടോ. രേവതി പറഞ്ഞു, അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? പിന്നെ അങ്ങനെ ഉണ്ടാവാതെ നീ എന്താ രേവതി ഈ പറയുന്നത്? നമ്മുടെ വിവാഹം എങ്ങനെയാ നടന്നത് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതും ഇവൻ കാരണം തന്നെയാ നമ്മൾ ഇഷ്ടപ്പെടാതെ ഒന്നായത്. അതൊക്കെ ഇനി പോട്ടെന്ന് വെക്കാം. ഇനി അങ്ങനെ ഒരു വിവാഹം കൂടെ നടത്താനാണോ നിനക്ക് താല്പര്യമുണ്ടോ? നിന്റെ അനിയത്തിനെ ഇനി വീട്ടിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾപ്പിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം, അയ്യോ വേണ്ട, അതൊരിക്കലും ശരിയാവില്ല. എങ്കിൽ പിന്നെ നിന്റെ അനിയത്തിയോട് പറഞ്ഞിട്ടേ മര്യാദയ്ക്ക് കോളേജിൽ പോകാൻ പറ. തക്ക സമയത്ത് ഒരു പെണ്ണിനെയും കിട്ടിയില്ലെങ്കിൽ നിന്റെ അനിയത്തിനെ ആയിരിക്കും പിടിച്ചേൽപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇവർ സംസാരിക്കുന്നത് കണ്ടോണ്ടിരുന്നപ്പോൾ നമ്മുടെ ദേവു വന്നിട്ട് എന്താ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചച്ചി പറഞ്ഞു, വേറൊന്നുമല്ല, നിന്റെ കാര്യം തന്നെ പറഞ്ഞോണ്ടിരുന്നത്. നിന്നോട് ഞാൻ കോളേജിൽ പോയില്ലേ, ഇന്ന് കോളേജിൽ പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടും അല്ല. മോളെ കല്യാണത്തിന് റെഡി ആയിട്ടിരുന്നോ? നിന്റെ ചേച്ചീനെ വിവാഹം കഴിച്ചു കൊടുത്ത് അറിയാലോ എങ്ങനെയാ സാഹചര്യം എന്നൊക്കെ. അതുപോലെ ഏതായാലും ഇപ്പം നീയാണ് ഇനിയിപ്പം ചിലപ്പോൾ സുധിയുടെ മുമ്പിൽ തല കുനിച്ചു കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവു ഒന്ന് ഞെട്ടി കേട്ടോ. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, ഏതായാലും ഒന്ന് സൂക്ഷിച്ച് ഇരിക്കേണ്ടത് നല്ലതാ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. രേവതി, എനിക്കൊരു ചെറിയ ഓട്ടം ഉണ്ട്. ഇവിടെ നിന്ന് വിവാഹം നടക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ ഓട്ടം കളയേണ്ട കാര്യം നമുക്കില്ലല്ലോ. സി വാടക, വീട്ടു ചെലവ്, കാര്യങ്ങള്, അത് ഇതൊക്കെ ആയിട്ട് കുറേ പൈസ ഈ മാസത്തിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഓട്ടം പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓട്ടത്തിന് പോവാണേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അയ്യോ അതെങ്ങനെയാ ശരിയാവുന്നത്? നിങ്ങളുടെ ചേട്ടന്റെ വിവാഹമല്ലേ? എൻ്റെ പൊന്നു രേവതി, ഒരു ചേട്ടൻ വന്നേക്കുന്നു. ഈ വിവാഹം ആദ്യം നടക്കട്ടെ, നടന്നു എന്ന് പറഞ്ഞാൽ പോരെ? അത്രയും സമയം ഞാൻ വേസ്റ്റ് ആക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ പൊക്കോ, എനിക്ക് കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം രവീന്ദ്രൻ വന്നോട്ടെ. അപ്പം രവീന്ദ്രൻ വന്നിട്ട് എന്താണ് ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിച്ചു. അപ്പം അച്ഛമ്മയും കൂടെ ഉണ്ടേ. അപ്പം അച്ഛമ്മയും ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, അതെ എനിക്കൊരു ചെറിയ ഓട്ടം ഉണ്ടായിരുന്നു, ഞാൻ ആ ഓട്ടത്തിന് പൊക്കോട്ടെ. ആ ഓട്ടത്തിന് പോയാലേ എൻ്റെ ജീവിതമെങ്കിലും നടന്നു പൊക്കോളും. ഇല്ലെങ്കിൽ ഈ നടക്കാത്ത കല്യാണത്തിന് എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു സച്ചി നീ ഒന്ന് നിർത്തുവോ? നീ കൂടെ പറയുന്നുണ്ടല്ലോ നടക്കാത്ത കല്യാണം എന്ന്. നിന്റെ എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ നിൽക്കും. പക്ഷേ നീ ഈ കാണിക്കുന്നതേ അത്രയ്ക്ക് ശരിയായ നടപടിയൊന്നുമല്ല. എടാ, നിന്റെ ചേട്ടന്റെ കല്യാണമാടാ, അതിങ്ങനെ നീ പറയരുതേ. ഇനിയിപ്പൊ എന്തെങ്കിലും രീതി മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ചന്ദ്ര നിന്റെ തല തിന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയല്ല സച്ചി പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറ, ചന്ദ്രയോട് എൻ്റെ തല തിന്നാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ. ഞാൻ തല തിന്നെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണുമെന്ന് ചോദിച്ചപ്പം, എൻ്റെ പൊന്നോ നീ പോകുവാണേ പൊക്കോ, പോയിട്ട് കല്യാണത്തിന് മുമ്പ് ഇവിടെ ഒന്ന് വന്നാൽ മതി എന്ന് രവീന്ദ്രൻ പറഞ്ഞു. അങ്ങനെ എങ്കിൽ പിന്നെ രേവതി ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും രവീന്ദ്രനും അച്ഛമ്മയും അങ്ങ് പോയി. കാരണം അവർ പറഞ്ഞു ചന്ദ്ര അവിടെ തന്നെ ഉള്ളൂ, അവൾ എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടുന്നതെന്നൊന്നും അറിയില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛമ്മയും രവീന്ദ്രനും കൂടെ അങ്ങ് പോയത്. അപ്പം ലക്ഷ്മി പറഞ്ഞു, അല്ല മോളെ, ഇപ്പൊ സച്ചി നേരത്തെ പോലെ ഒന്നും അല്ലല്ലേ, സച്ചിക്ക് ഇപ്പം മോളോട് നല്ല സ്നേഹവും ഒരു കരുതലും ഒക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ അത് ശരിയമ്മേ, പണ്ടൊക്കെ എടുത്തോ പിടിച്ചോ കടിച്ചോ എന്നൊക്കെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്ത് പറഞ്ഞാലും ലാസ്റ്റ് ആ വിവാഹത്തിൽ കൊണ്ടുവന്ന് നിർത്തും. ഞാൻ ഒരു ഭാരമാണെന്നും എന്നെ തലയിലെടുത്ത് വെച്ചതാണെന്നും മനഃപൂർവ്വം എല്ലാവരും കൂടി എന്നെ തലയിലെടുത്ത് വെച്ച് എൻ്റെ ഭാവി കളഞ്ഞെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും പറയാറില്ല. അവിടുത്തെ അമ്മയില്ലേ എന്നെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കുവേ ഇപ്പം അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടാറുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, എല്ലാം മോളെ നിന്റെ ഭാഗ്യം അന്ന് കൂട്ടിക്കൊണ്ടാ മതി. നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ആയിരുന്നല്ലോ ഇത്. നീ എന്തൊക്കെയായിരുന്നു സച്ചിനെ കുറിച്ച് പറഞ്ഞത്? അപ്പം ഞാൻ മോളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ സ്വഭാവമൊക്കെ മാറുന്ന, ഇനിയും അവൻ ഒരുപാട് മാറും, നോക്കിക്കോ, നിന്റെ വഴിക്ക് അവൻ വരും. നിങ്ങൾ സ്നേഹത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നിന്റെ അച്ഛൻ്റെ ആത്മാവ്
നിന്റെ അച്ഛൻ്റെ ആത്മാവ് ഒരിക്കലും നീ സങ്കടപ്പെടുന്നത് കാണാൻ ആഗ്രഹമുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതം ഇന്നും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നു. ചന്ദ്ര വേറെ ഒന്നുമല്ല, ചന്ദ്രയ്ക്ക് ഒരു സമാധാനവും ഇല്ല. അപ്പം ഭാമയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ. ഇതുവരെ എന്താ വരാത്തത് അറിയത്തില്ലല്ലോ, ഇതുവരെ എന്താ അവള് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ആവക കാര്യങ്ങളൊക്കെയാണ്. ഫോൺ എന്ത് ചെയ്താൽ നമ്മുടെ ശ്രുതി ഫോൺ എടുക്കുന്നില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭാമയുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ അവിടെ നിന്ന് പൂ കെട്ടുന്നത് കണ്ടത്. അപ്പം അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ രേവതി, നീ ഇവിടെ എന്തെടുക്കാന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ, ഞാൻ പൂ കെട്ടാൻ തുടങ്ങുമായിരുന്നു. ഇതുവരെ പൂ കെട്ടി കഴിഞ്ഞില്ലേ? മുഹൂർത്തത്തിന് അവിടെ സമയമാകാൻ തുടങ്ങി. ഇനി പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണോ? എളുപ്പം ആയിക്കോട്ടെ, പയ്യെ 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 മട്ടിൽ നിന്നൊരു പൂകെട്ട്. അതേ മര്യാദയ്ക്ക് നല്ല രീതിയിൽ വേണം പൂ കെട്ടാന്. പൂ കെട്ടുമ്പോൾ ശ്രദ്ധിച്ച് വേണം കെട്ടാന്. അതും നല്ലൊരു കാര്യത്തിന് വേണ്ടിയാ. നിന്റെ ഇതുപോലെ ആയി പോകരുത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ അനിയത്തിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇപ്പൊ രേവതിയുടെ അനിയത്തി ഇങ്ങനെ വല്ലാത്ത രീതിയിൽ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയും ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടോ. എന്നിട്ട് രേവതിയോട് പറഞ്ഞു, നീ ഏതായാലും ഇവിടെ നിന്ന് പൂ കെട്ടുകയല്ലേ, എനിക്കവിടെ കുറച്ച് വേലയും കാര്യങ്ങളും പണിയൊക്കെ ഉണ്ട്. അവിടെ നിറപറയൊക്കെ നിറയ്ക്കാനൊക്കെ ഉണ്ട്. ഞാനേ ഉള്ളൂ എല്ലാ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ. അല്ലാതെ എൻ്റെ മോനോട് ആർക്കും ഇവിടെ ഒരു താല്പര്യം ഇല്ലല്ലോ. അതുകൊണ്ടേ ശ്രുതിമോള് വരികയാണെങ്കിൽ നീ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ അമ്മേ എന്നിങ്ങനെ രേവതി പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പതിയെ സ്വരത്തിൽ ദേവ് പറഞ്ഞു, ആ വന്നാലല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പെണ്ണ് വന്നാലല്ലേ കല്യാണം നടക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ചന്ദ്ര അത് കേട്ടു. ചന്ദ്ര ചോദിച്ചു, എന്താടി നീ പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ല ഞാനൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അതെ അവള് പറഞ്ഞത് പെണ്ണ് വരുമ്പോ പറഞ്ഞു വിട്ടേക്കാന്നാ അവള് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ തള്ളയും മക്കളുവേ അടങ്ങി ഒതുങ്ങി ഇവിടെയെങ്ങാനും ഇരുന്നോണം, അങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളി കയറി വന്നേക്കരുത്. എൻ്റെ ഒത്തിരി അധികം പ്രിയപ്പെട്ട കൂട്ടുകാരികളും റിലേറ്റീവ്സ് ഒക്കെ വരാനുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഒരു പൂക്കാരി ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വന്നത് തന്നെ ഒരു വലിയൊരു എന്താ പറയുക നാണക്കേടായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇന്നെങ്കിലും ഞങ്ങളെ നാണം കെടുത്തരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവുവിന് അരീശം വന്നിട്ട് ദേവ് പറഞ്ഞു, കേട്ടില്ല, തള്ളക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ആ പെണ്ണ് വരണ്ടായിരുന്നു, ആ പെണ്ണ് വന്നാലല്ലേ വിവാഹം നടക്കത്തുള്ളൂ, വിവാഹം നടക്കരുത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മോളെ അങ്ങനെയൊന്നും പറയല്ല. അപ്പം രേവതിയും പറഞ്ഞു കേട്ടോ, വേണ്ട അങ്ങനെയൊന്നും പറയില്ലടി, കാരണം ഇത് എന്തൊക്കെ പറഞ്ഞാലും അതിപ്പോൾ എൻ്റെ കുടുംബം കൂടെ തന്നെയല്ലേ, അങ്ങനെ ആ കുടുംബത്തിൽ ഒരു അനിഷ്ടം നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതും കൂടെ എൻ്റെ തലയിൽ കൊണ്ടിടും, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ കൂട്ടുകാരിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരിയും വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ മീര ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ മനസ്സങ്ങ് മാറ്റിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമവും പേടിയൊക്കെയാണ്. ഇനിയിപ്പോൾ അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, അയാൾ വന്ന് വിവാഹം മുടക്കുമെന്നൊക്കെ പേടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഒരു തരത്തിൽ നമ്മുടെ മീര പറഞ്ഞ് സമാധാനപ്പെടുത്തി. അങ്ങനെ ശ്രുതി പറഞ്ഞു, എടി നീ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ ഈ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നത്, അവിടെ എന്ത് നടക്കും ഏത് നടക്കുന്നൊന്നും എനിക്കറിയില്ല, ഇതുവരെ ആരുടെയും മുമ്പിൽ ഞാൻ തല കുനിച്ചിട്ടില്ല, ഇന്നിപ്പം എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുമെന്ന് സത്യം പറഞ്ഞ് എനിക്ക് പേടിയാ. ഇതെല്ലാം എൻ്റെ അമ്മ കാരണമാണ്, അമ്മ മാത്രം ഇതിന് കാരണക്കാരി. അന്ന് അമ്മയ്ക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അമ്മ അന്ന് വന്നതുകൊണ്ടാ അമ്മയുടെ പുറകിൽ പോയി വീട്ടിലെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. ഇതോർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാലേ തല പെരുത് കയറുകയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, എടി വെറുതെ നീ അമ്മേനെ കുറ്റം പറയാതെ, നമുക്ക് വരാനുള്ളത് വഴി തങ്ങില്ല, അത് നമ്മുടെ മനസ്സിലങ്ങ് കരുതിയാൽ മതി. ഏതായാലും വിവാഹം നിനക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധിയെ നിനക്ക് നിന്റെ ഭർത്താവായിട്ട് ദൈവം അത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. പിന്നെ പറയാലോ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ചിലപ്പം അത് നടക്കില്ല. നമ്മൾ അങ്ങനെ രണ്ടും കൽപ്പിച്ചങ്ങ് പോകാം. എൻ്റെ മനസ്സ് പറയുന്നുണ്ടടി ഈ വിവാഹം നടക്കുമെന്നും നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നൊക്കെ, അതുകൊണ്ട് ബാ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വണ്ടിയിൽ കയറി ഇവരിരുന്ന് നേരെ പോവുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഭാമയും അതുപോലെ തന്നെ സുധിയും ചന്ദ്രയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സുധിയാണെ ഫോണ് മാറി മാറി വിളിക്കുകയാണ് കേട്ടോ. ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി വിളിക്കുന്നു, എന്ത് ചെയ്താൽ കിട്ടുന്നില്ല. അപ്പൊ ചന്ദ്ര ചോദിച്ചു, എടാ സുധി, ഈ കല്യാണവും മുടങ്ങുവാടാ, എല്ലാവരും ഇപ്പം വേണ്ടുവോളം കളിയാക്കുന്നുണ്ട് എന്നെ. ഇനിയിപ്പോൾ ഈ കല്യാണവും മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഞാൻ തല കുനിച്ച് പിടിച്ച് നടക്കേണ്ടി വരും. സച്ചിക്കൊക്കെ സന്തോഷമാകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യാനമ്മേ? അല്ല നീ ഇനിയിപ്പം ആ പെങ്കൊച്ചുമായിട്ട് വല്ല വഴക്കും കൂടിയോ? ഹേയ്, ശ്രുതിയായിട്ട് ഞാൻ വഴക്ക് കൂടാനോ? ഒരിക്കലും ശ്രുതിയായിട്ട് ഞാൻ വഴക്ക് കൂടിയിട്ടില്ലമ്മേ എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അവൾ എന്തായിരിക്കും വരാത്തത് മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് രണ്ടുപേരും വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതി ഓൺ ദ സ്പോട്ടിൽ എത്തി കേട്ടോ.
ഏതായാലും ശ്രുതി കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുന്നു. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ഭാമയും ചന്ദ്രയും ഓടി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശ്രുതി ഓടി ചെല്ലുന്നു. മോളെ എന്തായിരുന്നു മോളെ ഇത്രയും നേരം വരാതിരുന്നത്? ഈ അമ്മ പേടിച്ചു പോയി സത്യത്തിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതമ്മയെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്തു പറ്റി മോളുടെ മുഖത്തൊക്കെ വല്ലാത്തൊരു വിഷമവും ക്ഷീണമൊക്കെ ഉണ്ടല്ലോ. എന്താ പ്രശ്നം? മോക്ക് എന്താ പ്രശ്നം? പറ. ഈ അമ്മയോട് പറയുമ്പം എനിക്കൊരു പ്രശ്നമില്ല അമ്മേ. അത് എനിക്ക് ഇന്നലെ രാത്രി ഉറക്കമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് കുറച്ച് നേരത്തെ എണീക്കേണ്ടിയും വന്നു. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരിയും പറഞ്ഞു, അതെ ആൻറ്റി, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് രാവിലെ എണീറ്റ് മേക്കപ്പൊക്കെ ചെയ്യല്ലായിരുന്നോ? അപ്പം അതുകൊണ്ട് കുറച്ച് ക്ഷീണമൊക്കെ മുഖത്തുണ്ട്. അതൊക്കെ നമുക്കിപ്പം മേക്കപ്പൊക്കെ ചെയ്ത് മാറ്റിയെടുക്കാന്നേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെ അമ്മയും രവീന്ദ്രനും അവരെല്ലാവരും കൂടി. അപ്പൊ ഇവരെല്ലാവരും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, അല്ല മോളെ, നിന്റെ വിചാരം എന്താ? ഇത് എത്ര ദിവസം മോള് മറച്ചു വെക്കും? എത്ര നാൾ ഇത് മോള് മറച്ചു വെക്കും? ഇത് കേട്ടോണ്ട് ഞെട്ടിപ്പോയിട്ടോ ശ്രുതി. മറച്ചു വെക്കുന്ന കാര്യമൊക്കെ ഇനി എല്ലാ സത്യങ്ങളും അറിഞ്ഞു എൻ്റെ ഈശ്വര എന്നുള്ള മട്ടിലാണ് ശ്രുതിയുടെ നിപ്പ്. അപ്പോഴാണ് അച്ചമ്മ പറഞ്ഞത്, ഞാനേ ഉദ്ദേശിച്ച വേറൊന്നുമല്ല, മോൾക്ക് അമ്മയല്ലേ ഇല്ലാത്തേ ഉള്ളൂ, ഒരച്ഛനുണ്ടല്ലോ. ഒരു വിവാഹത്തിൽ വരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മോളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും വേണ്ടായിരുന്നോ? അതല്ലേ അതിൻ്റെ ഒരു വിവാഹം എന്ന് പറയുമ്പം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ ഉണ്ടാവത്തുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാ അനുഗ്രഹം വേണ്ടേ മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അമ്മ പറഞ്ഞത് ശരിയാണ്. എനിക്കും ഇത് തന്നെയാണ് മോളോട് പറയാനുള്ളത്. ഒരു കാര്യം ചെയ്യ്, മോള് വിളിച്ചു പറഞ്ഞായിരുന്നു മോളുടെ അച്ഛനോടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഇല്ല ഞാൻ വിളിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ രേവതിയുടെ അമ്മയും പറഞ്ഞു, അയ്യോ മോളോട് ഞാൻ അന്ന് പറഞ്ഞതല്ലായിരുന്നോ അച്ഛനെ വിളിക്കണമെന്നും അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കണം എന്നൊക്കെ. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹം അത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ ഉണ്ടാകുന്ന കാര്യം തന്നെയാ. അച്ഛമ്മ പറഞ്ഞതുപോലെ ഈ വിവാഹം എന്നത് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി വേണം അത് നടക്കാൻ. അതുമല്ല പിന്നെ ഞാൻ പറയാലോ, രേവതിയുടെ അച്ഛനില്ലാതെ ഈ ഒരു വിവാഹം നടത്തേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു വേദന എത്രമാത്രമാണെന്ന് അറിയാമോ? അതുപോലെ ഒരിക്കലും മോൾക്ക് ഉണ്ടാവരുതെന്ന് കരുതി ഞാൻ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഇടപെട്ടു. ചന്ദ്ര പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടല്ല ശരിയാക്കാം. കല്യാണം കഴിഞ്ഞിട്ട് ഏതായാലും അച്ഛനെ വിളിക്കുകയും പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുക. ഇപ്പം മോള് ടയേർഡായിട്ടാണ് വന്നേക്കുന്നത്. കല്യാണം തുടങ്ങുക, മോള് വീണ്ടും കരയിപ്പിക്കാതെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങ് പോയി. മോളെ റൂം കാണിച്ചു തരാമെന്നും പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി കേട്ടോ. കാരണം ശ്രുതിനെ കൂടുതൽ നേരം അവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൊത്തിപ്പറിക്കുമെന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അതാണ് നിങ്ങളുടെ റൂം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് നിങ്ങളുടെ റൂം, ഇവിടെ പോയാൽ മതി, അവിടെ പോയി ഡ്രസ്സ് മാറ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ശ്രുതി വന്നിട്ട് കുറച്ച് പഞ്ചാര വർത്താനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതിയോട്. ശ്രുതിയാണെങ്കിൽ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ശ്രുതിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദനയാണല്ലോ. അപ്പം അതിനിടയിൽ രവീന്ദ്രൻ വന്ന് ശ്രുതിനെ മാറ്റിക്കോട്ട് പോകുന്നുണ്ട്. എടാ നീ ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ, കല്യാണം കഴിഞ്ഞ് വർത്താനം പറയുന്ന സമയമുണ്ടല്ലോ, നീ നമുക്ക് പോയി ഒരുങ്ങാന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ വിളിച്ചോണ്ട് പോയി. ഇതിനിടയിൽ ടെൻഷന്റെ കാര്യങ്ങളുമായിട്ട് നമ്മുടെ ശ്രുതി. അതിനിടയ്ക്കാണെങ്കിൽ പിന്നെയും പിയെ വിളിക്കുകയാണ്. പിന്നെ പിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിന്റെ വിവാഹം നടക്കാൻ പോകുന്ന സ്ഥലം ഏതാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിന്റെ വിവാഹം നടക്കാൻ പോകുന്ന സ്ഥലത്ത് തന്നെ ഞാനിപ്പോൾ ഉണ്ട്. ഇവിടെ ഒരു അന്നദാനം കൊടുക്കുന്ന ആ ഒരു പ്രദേശമില്ലേ, ആ ഒരു ഏരിയയിലേക്ക് നീ ഒന്ന് വന്ന് നോക്കാം. അവിടെ ഒരു ചെറിയ ബോർഡുണ്ട്, അവിടെ ഒരു സൂത്രം നിനക്ക് കാണാമെന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയില്ലേ ശ്രുതി അവിടെ ഒരു ഒറ്റ ഓട്ടമായിരുന്നു. ഓടിച്ചെന്ന് ആ ഒരു ഭാഗത്ത് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ അന്നദാനം, അതായത് പേരൊക്കെ എഴുതി വെക്കുമല്ലോ നോട്ടീസ് ബോർഡിൽ, അവിടെ പേരെഴുതി വെച്ചിരിക്കുകയാണ് ശ്രുതി എന്നും അതുപോലെ തന്നെ നമ്മുടെ പിയുടെ പേരും കൂടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ നിലയും വിലയും ഒക്കെ പോയി എന്ന് വേണം പറയാൻ. ശ്രുതി അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അയ്യോ എനിക്ക് വയ്യ മീരെ, ഞാനിത് ശ്രുതിയോട് പറയാൻ പോവാ, എനിക്ക് പറ്റില്ല, ഞാനിതിപ്പം പറഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് ഇത് വലിയ പ്രശ്നമാവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മീര ഓരോന്ന് വീണ്ടും പറഞ്ഞ് സമാധാനപ്പെടുത്തി മീര എങ്ങനെയെങ്കിലുമൊക്കെ ആശ്വസിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതിനെ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് വിവാഹം നടക്കില്ല, ആ ഒരു രീതിയിലേക്ക് ചെല്ലും. പിന്നെ ഇയാൾ വരിക കല്യാണം മുടക്കുക എന്നൊക്കെ ഉള്ളത് അത് പിന്നെയല്ലേ, അത് പിന്നത്തെ കാര്യമല്ലേ, അത് പിന്നെ ചിന്തിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ മീര സംസാരിക്കുന്നത്. ഇതിനിടയിലായിട്ട് രേവതിയോട് പറയുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട്, മോളൊരു കാര്യം ചെയ്യുക, മോള് മോളും അവിടുത്തെ കുടുംബത്തിലെ ആളല്ലേ, അപ്പം മോള് വേണ്ട ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ. മോളും കൂടെ ചെല്ലാൻ പറയുമ്പോഴത്തേക്കും ഇല്ലമ്മേ ഞാൻ പോകുന്നില്ല, ഇനി അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലുമൊക്കെ പറയും, അത് പിന്നെ ശരിയാവില്ല, ഞാൻ ഏതായാലും അദ്ദേഹം വന്നിട്ട് പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ആ പി എനെ കാണിക്കുന്നുണ്ട്. ആ പി എ ആണെങ്കിൽ ഫോൺ കോള് ചെയ്യുന്നതാണ് കാണിക്കുന്നത്.
അപ്പം വേറെ ആരും ഇങ്ങനെ വിളിച്ച് പറയുക പെട്ടെന്ന് തന്നെ ഇപ്പം വണ്ടി വരും, ഞാൻ ആ വണ്ടിയിൽ കയറി പോകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഒരു ഓട്ടം വിളിച്ച് നിൽക്കുകയാണ്, ഒരു വണ്ടി വിളിച്ച് നിൽക്കുകയാണ്. ആ വണ്ടി നമ്മുടെ സച്ചിയുടെ വണ്ടിയാണ് കേട്ടോ. പക്ഷേ അത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കാണിക്കുന്നില്ല. അതൊക്കെ നമുക്ക് നാളെ മറ്റന്നാളും ഒക്കെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു തരത്തിൽ ഏകദേശം കാര്യങ്ങളൊക്കെ കരക്കി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ചന്ദ്രയുടെ സ്വപ്നം. ചന്ദ്രയാണെങ്കിൽ ഭാമയോട് പറയാണ്, ഏതായാലും മൂത്ത മരുമകളെ എൻ്റെ ഇളയ മരുമകളെ പോലെയല്ല മൂത്ത മരുമകളെ കുറച്ച് എന്താ പറയുക, പണമുള്ള കോടീശ്വരി തന്നെയാ. ഇനി നോക്കിയോ, ഞാനൊരു വിലസാൻ പോവാൻ. ഞാൻ പറഞ്ഞില്ലേ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ കോടീശ്വരി ഞാൻ തന്നെ ആയിരിക്കൂടി എന്നൊക്കെ പറഞ്ഞു ഭാമയോട് വീണ്ടും ഇങ്ങനെ പൊങ്ങച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സുധീനെ ആണെങ്കിൽ വിളിക്കണം, ഫോൺ വിളിച്ചൊന്ന് സംസാരിക്കണം ശ്രുതി രണ്ടും കൽപ്പിച്ച് നിൽക്കുക. ഇനി ഫോൺ വിളിച്ച് ശ്രുതിയോടൊക്കെ പറയണം. ശ്രുതിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശ്രുതിയുടെ വശത്ത് എത്തിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആവുമല്ലോ. അതാണ് ഇപ്പോഴും നമ്മുടെ ശ്രുതി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ശ്രുതി ചിന്തിക്കുന്നത് ശ്രുതിനെ എങ്ങനെയെങ്കിലും ഈ വിവരം അറിയിക്കണമെന്ന്. അപ്പൊ ആകെ കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. എങ്ങനെയായി തീരും, എന്തായി തീരും എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. അപ്പൊ ഇന്ന് ഇത്രയും ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഇത്രയും ഭാഗങ്ങളൊക്കെ കാണിച്ച് വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഏതായാലും വലിയൊരു സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞ് കുളവാക്കുന്നില്ല. അതേതായാലും നമുക്ക് ഇനിയിപ്പോൾ ഓരോ ഘട്ടമായിട്ട് അറിഞ്ഞാൽ മതി. കാരണം നമ്മൾ ഇപ്പോഴേ മുൻകൂട്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞ അതിൻ്റെ ആ ഒരു ത്രില്ലങ്ങ് പോവില്ലേ. അപ്പം നിങ്ങൾക്ക് കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യണ്ടേ. അപ്പം ഞാനിതിങ്ങ് ഫുള്ളങ്ങ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അതൊരു രസമാവില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ വിശേഷം ഇവിടം കൊണ്ടൊക്കെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാട്ടോ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ കഥ മുന്നോട്ടേക്കും പോകുന്നത്. ഇനിയും അങ്ങോട്ടേക്ക് അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ കല്യാണം നടക്കും. കല്യാണം നടക്കുന്നതിനിടയിൽ കുറച്ച് പൊട്ടിത്തെറികളൊക്കെ ഉണ്ട്. അതൊക്കെ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാമല്ലേ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.